നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലെ എൻ്റെ പ്രതിപാദ്യ വിഷയം കരോക്കെ ഇട്ട് നമ്മൾ പാട്ട് പാടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ് എന്നുള്ളതാണ്. അപ്പോൾ ആദ്യമായി നമുക്ക് കരോക്കെ എന്താണെന്ന് ഒന്ന് മനസ്സിലാക്കാം. കരോക്കെ എന്ന് പറഞ്ഞാൽ എല്ലാവിധ പശ്ചാത്തല ഉപകരണത്തോടും കൂടി ചിട്ടപ്പെടുത്തി ഒരു സോങ് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ആ സോങ്ങിൻ്റെ ഫയലിൽ നിന്ന് വോക്കൽ മാത്രം അല്ലെങ്കിൽ പാട്ട് മാത്രം, ആ പാട്ടിൻ്റെ ട്രാക്ക് മാത്രം റിമൂവ് ചെയ്ത് എടുക്കുന്ന ഒന്നിനെയാണ് കരോക്കെ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മൈനസ് ട്രാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടുള്ള ഗുണം എന്താണ് എന്ന് വെച്ചാൽ, വലിയ വലിയ ഗായകർ പാടിയിരിക്കുന്ന ഒരു പാട്ട്, ആ പാട്ട് പഠിച്ചിട്ട് നമുക്ക് അതേ പശ്ചാത്തലത്തിൽ ഒന്ന് പാടണമെങ്കിൽ ഈ കരോക്കെ നമുക്ക് ഉപകാരപ്രദമാണ്. അങ്ങനെ പാടുമ്പോൾ നമ്മൾ പാടിയ പാട്ട് അതിൻ്റെ ഒറിജിനൽ പശ്ചാത്തലത്തോടു കൂടി നമുക്ക് ആസ്വദിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്. ഇനി കരോക്കയിൽ പാടുമ്പോൾ നാം എന്തെല്ലാമാണ് ശ്രദ്ധിക്കേണ്ടത്? കരോക്കയിൽ പാടാനായി നമ്മൾ ഒരു പാട്ട് തിരഞ്ഞെടുക്കുമ്പോൾ അതിൻ്റെ ഒറിജിനൽ പാട്ടുമായിട്ട് നമ്മൾ നല്ല രീതിയിൽ നീതി പുലർത്തണം. അതായത് അതിൻ്റെ 3 സ്ഥായികളിലും നമുക്ക് അനായാസം പാടുവാൻ സാധിക്കുന്നുണ്ടോ എന്ന് നോക്കണം. പിന്നെ ആ പാട്ട് ഏത് ശ്രുതിയിലാണോ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ആ ശ്രുതിയിൽ നമുക്ക് കൃത്യമായി പാടാൻ കഴിയുന്നുണ്ടോ എന്ന് നോക്കണം. മറ്റൊന്ന്, ആ പാട്ടിലെ ആവർത്തനങ്ങൾ, പല്ലവി പാടി എത്ര പ്രാവശ്യം പല്ലവി പാടുന്നുണ്ട്, അല്ലെ തുണ്ടുപല്ലവി പാടുന്നുണ്ട്, അനുപല്ലവിയിലെ ആദ്യത്തെ ഭാഗം അല്ലെ വരികളെ എത്ര പ്രാവശ്യം ആവർത്തനം പാടുന്നുണ്ട്, ഇത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അല്ലാത്ത പക്ഷം സംഭവിക്കുന്നത്, നമ്മൾ 2 ആവർത്തനം പാടേണ്ടടുത്ത് ഒരാവർത്തനമേ പാടിയുള്ളൂ എങ്കിൽ കരോക്കെയല്ലേ, അത് ആ മെഷീൻ്റെ വർക്ക് അത് ചെയ്തുകൊണ്ടിരിക്കും, നമ്മൾ പാടുന്നത് ആകെ തെറ്റിപ്പോവും. അപ്പോൾ ഇത് വളരെ പ്രധാനമായൊരു ഘടകമാണ്, ആവർത്തനം, എത്ര ആവർത്തനം ആ പാട്ടിൻ്റെ ഓരോ ഭാഗത്തും വരുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ നമ്മളൊരു കരോക്കയിൽ പാടുന്നതിന് മുൻപായിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൃത്യമായി നമ്മൾ പരിശോധിക്കണം സ്വയമേവ. അങ്ങനെ നമുക്ക് ആ പാട്ടിൻ്റെ ട്യൂൺ നല്ല രീതിയിൽ നമുക്ക് പഠിച്ചെടുത്ത് ആ ട്യൂൺ നല്ല രീതിയിൽ എല്ലാ സംഗതികളുമൊക്കെ കൊടുത്ത് ആ പാട്ട് പാടാൻ കഴിയുന്നുവെങ്കിൽ, അത് അതിൻ്റേതായ ശ്രുതിയിൽ പാടാൻ കഴിയുന്നുവെങ്കിൽ, അതിൻ്റെ പിച്ച് കുറയ്ക്കാതെ ആ ട്രാക്കിൽ പാടാൻ കഴിയുന്നുവെങ്കിൽ നിങ്ങൾ വിജയിച്ചു. അല്ലാത്ത പക്ഷം നിങ്ങൾ ആ ട്രാക്കിൽ പാടുമ്പോൾ ഉദ്ദേശിച്ച ഒരു ഫലം അല്ലെങ്കിൽ ഭംഗി ഉണ്ടായി എന്ന് വരികയില്ല. ഇനി ചിലപ്പം ഒരു ഘട്ട ശ്രുതിക്ക് ചെയ്തിരിക്കുന്ന ഒരു പാട്ട് നന്നായിട്ട് ഹൃദിസ്ഥമാണ്, പക്ഷേ ആ ശ്രുതിയിൽ ആ പാട്ടിൻ്റെ 3 സ്ഥായികളിലും സഞ്ചരിക്കാൻ ആ വ്യക്തിക്ക് കഴിയുന്നില്ല എന്നിരിക്കട്ടെ. അപ്പോൾ ചിലപ്പോൾ ആ ട്രാക്ക് ഒന്നിൽ നിന്നും അല്പം ശ്രുതി കുറച്ച് 7നാക്കി എന്ന് വിചാരിക്കുക. 7നാക്കി കഴിഞ്ഞപ്പോൾ ആ വ്യക്തിക്ക് അനായാസം ആ ട്രാക്കിൽ ആ പാട്ട് പാടുവാൻ സാധിക്കും എന്ന് തന്നെ ഇരിക്കട്ടെ. പാട്ടിൻ്റെ കാര്യത്തിൽ ഓക്കെ. പക്ഷേ അവിടെ മറ്റ് ചില സാങ്കേതികത്വങ്ങൾ സംഭവിക്കും. ഒന്ന്, അതിൽ വായിച്ചിരിക്കുന്ന ഉപകരണങ്ങൾ, അതിൻ്റെയൊക്കെ നാച്ചുറലായിട്ടുള്ള ആ ടോൺ മാറിപ്പോകും. അപ്പോൾ നമ്മൾ ആ പാട്ട് കേൾക്കുമ്പോൾ അതിൻ്റെ ഒറിജിനൽ പാട്ടുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ എവിടെയോ ചില വ്യത്യാസങ്ങൾ നമുക്ക് ഫീൽ ചെയ്യുന്നതായിട്ട് തോന്നും. അത് മറ്റൊന്നുമല്ല, ആ പിച്ച് താത്തപ്പോൾ അതിൻ്റെ അകത്ത് വായിച്ചിരിക്കുന്ന ഉപകരണങ്ങളുടെ ഒക്കെ ആ ശ്രുതി ഉൾപ്പെടെയാണ് താഴുന്നത്. അപ്പോൾ ഓരോ ഉപകരണങ്ങളുടെയും ശബ്ദങ്ങൾക്ക് അല്പസ്വല്പം മാറ്റം സംഭവിക്കാം അതിൻ്റെ ടോണിൽ. അതിനെ സംബന്ധിച്ചിടത്തോളം ഒരു ചെറിയ അഭംഗിയാണ്. മറ്റൊന്ന്, നമ്മൾ ആ ശ്രുതി താത്തിപ്പാടി ഓക്കെ, നമുക്ക് നല്ലപോലെ പാടാൻ പറ്റി, പക്ഷേ അത് മൂന്നാമതൊരാൾ കേൾക്കുമ്പോൾ പാട്ടും കൊള്ളാം, ഇതുമൊക്കെ കൊള്ളാം, പക്ഷേ എവിടെയോ എന്തോ ഒരു കുറവ് പോലെ അവർ പറയും. അത് മറ്റൊന്നുമല്ല, ഒരു സിനിമാ ഗാനം അല്ലെങ്കിൽ ഒരു ലളിതഗാനം എന്നൊക്കെ പറയുന്നത് അത് കമ്പോസ് ചെയ്യുമ്പോൾ അതൊരു കൃത്യമായ ഒരു ശ്രുതിയിലാണ് അത് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ആ ശ്രുതിയിൽ തന്നെ പാടിയാലേ ആ പാട്ട് അങ്ങോട്ട് നമ്മുടെ മലയാള ഭാഷയിൽ പറഞ്ഞാൽ എറിക്കൂ,
നമ്മൾ പറയത്തില്ലേ, ഇറിക്കൂ. അപ്പോൾ ശ്രുതി താത്തി പാടിയാൽ ആ ശ്രുതി കുറഞ്ഞതിൻ്റെ ഒരു ഇഫക്റ്റ് ആ പാട്ടിനുണ്ടാകും. അതുകൊണ്ടാണ് നമുക്കങ്ങനെ തോന്നുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, കരോക്കയിൽ പാടുമ്പോൾ ഒരു പാട്ട് തിരഞ്ഞെടുക്കുമ്പോൾ ആ പാട്ടിൻ്റെ കൃത്യമായ ശ്രുതിയിൽ നിങ്ങൾക്ക് പാടുവാൻ പറ്റുന്നുണ്ടോ, അതായത് 3 സ്ഥായിലുള്ള സഞ്ചാരങ്ങൾ നിങ്ങൾക്ക് പാടുവാൻ പറ്റുന്നുണ്ടോ, അതിൻ്റെ താളഘടനയിൽ നിങ്ങൾക്ക് കൃത്യമായി പാടാൻ പറ്റുന്നുണ്ടോ ഉണ്ടെങ്കിൽ മാത്രമേ ആ പാട്ട് നിങ്ങൾ കരോക്കയിൽ പാടാൻ ഉപയോഗിക്കാവുള്ളൂ. അല്ലെങ്കിൽ മറ്റേതെങ്കിലും പാട്ട് പഠിച്ചിട്ട് നിങ്ങൾക്ക് അനായാസേന പാടാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പാട്ടെടുത്തിട്ട് അതിൻ്റെ മൈനസ് ട്രാക്ക് അല്ലെങ്കിൽ കരോക്ക ഉപയോഗിച്ച് നിങ്ങൾ പാടുക. അതായിരിക്കും കൂടുതൽ ഗുണകരമായിട്ടുള്ളത്. അപ്പോൾ ഒരു മൈനസ് ട്രാക്ക് അല്ലെങ്കിൽ കരോക്ക ഇട്ട് നമ്മൾ സ്റ്റുഡിയോയിൽ പാടുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള ഒരു ഏകദേശ ധാരണ നിങ്ങൾക്കുണ്ടായി കാണും. അപ്പോൾ പാട്ടുകളെല്ലാം നിങ്ങൾ തിരഞ്ഞെടുത്തു, നിങ്ങൾക്ക് അനായാസേന അവിടെ പാടാൻ പറ്റുന്നുണ്ട്. ആ കരോക്കെ പ്ലേ ചെയ്ത് നിങ്ങൾ പല പ്രാവശ്യം അതിൻ്റെ കൂടെ പാടി ആവർത്തനങ്ങൾ കൃത്യമായി മനസ്സിലാക്കി അതിൻ്റെ താളഘടനയിൽ നിന്നുകൊണ്ട് കൃത്യമായി പല പ്രാവശ്യം പ്രാക്ടീസ് ചെയ്തിട്ട് വേണം ഒരു സ്റ്റുഡിയോയിൽ നിങ്ങൾ പോയി അത് റെക്കോർഡ് ചെയ്യുവാൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തതിന് ശേഷം നിങ്ങൾ ആ പാട്ട് ഒരു സ്റ്റുഡിയോയിൽ പോയി റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഗുണം വളരെ വലുതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഉദ്ദേശിച്ച രീതിയിൽ നിങ്ങൾക്ക് അത് ആസ്വദിക്കുവാനും പറ്റും. അപ്പോൾ കരോക്കെ മ്യൂസിക്കിൽ, അതായത് മൈനസ് ട്രാക്കിൽ എങ്ങനെയാണ് പാടേണ്ടതെന്ന് ഉള്ള ഒരു ഏകദേശ ധാരണ നിങ്ങൾക്കുണ്ടായി കാണും എന്ന് ഞാൻ കരുതുന്നു. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണും വരെ നമസ്കാരം.